ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു സിംഗിൾ ഫേസ്, അതായത് വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് സിംഗിൾ ഫേസ് DB, ആ DBയുടെ അകത്ത് എന്തൊക്കെയാണ്, അതായത് എർത്ത് എവിടെയാണ് വരുന്നത്, ന്യൂട്രൽ എവിടെയാണ് വരുന്നത്, ഫേസ് എവിടെയാണ് വരുന്നത്, MCBകളൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത്, ഫുൾ ഡീറ്റെയിൽ ആണ് ചെയ്യുന്നത്. അതായത് DBയുടെ അകത്ത് മറ്റ് ഉപകരണങ്ങളെല്ലാം കൊടുക്കുന്ന ഡിവൈസുകളെല്ലാം കൊടുക്കുന്നതിന് മുന്നുള്ള വീഡിയോ ആണ് ചെയ്തത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ആദ്യമേ തന്നെ നോക്കുക, ഇത് 16 വേയുടെ DB ആണ് വരുന്നത്. 16 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 16 MCBകൾ നമുക്ക് വെക്കാൻ സാധിക്കും. അങ്ങനെ 16 MCB, ഇത് ഒരു MCB ആണ്. അങ്ങനെ 16 MCBകൾ വെക്കാൻ സാധിക്കും. പിന്നെ ഈ വരുന്ന എല്ലാം തന്നെ സെപ്പറേറ്റ് 1 ഇഞ്ച് പൈപ്പുകളാണ് നമ്മുടെ റൂമുകളിൽ നിന്നും, അതുപോലെ തന്നെ കിച്ചൺ, അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ സർക്യൂട്ടിൻ്റെയും 1 ഇഞ്ച് പൈപ്പുകളാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ന്യൂട്രൽ ലിങ്കാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വി ഗാർഡിൻ്റെ DB ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടോ കുറേ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതായത് ന്യൂട്രൽ ലിങ്ക്. ഇത് വരുന്നതെന്ന് വെച്ചാൽ എർത്താണ് വരുന്നത്, എർത്ത് റോഡാണ് വരുന്നത്. എർത്ത് കണക്ഷൻസ്, അതായത് എല്ലാ റൂമുകളിൽ സർക്യൂട്ടുകളിൽ നിന്ന് വരുന്ന എല്ലാ റോഡുകളും വരുന്ന എർത്ത് നമ്മൾ ഇവിടെയാണ് ലിങ്ക് ചെയ്യേണ്ടത്. 2 എർത്ത് റോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും വരുന്നുണ്ട്, ഈ സൈഡിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് കംപ്ലീറ്റ് MCBകൾ വരുന്ന സെക്ഷനാണ് വരുന്നത്. MCBകൾ കംപ്ലീറ്റ് അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 16 വേ എന്ന് പറഞ്ഞാൽ 16 MCB ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഐസൊലേറ്റർ 2 എണ്ണമായിട്ട് വരുന്നുണ്ട്. ഈ ഫേസ് ന്യൂട്രൽ വരുമ്പോൾ 2 MCBയുടെ ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ELCB വരുന്നത് 2 എണ്ണം വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 MCBയുടെ സ്പേസ് ഓൾറെഡി എടുക്കുന്നതിൻ്റെ ബാക്കി വരുന്ന 12 MCB നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് നമുക്ക് 16 MCBകൾ വയ്ക്കാം. ഇത് MCB ലിങ്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അതായത് MCB ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തരുന്നതാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഫേസാണ് നമ്മൾ വരുന്നത്. ആ ഫേസ് എല്ലാ MCBകളുടെ താഴെയും കൊടുക്കുന്നതെങ്കിൽ അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്കറാണ് വരുന്നത്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര MCB ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇനി ഏതെങ്കിലും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സ്റ്റിക്കറാണ് തരുന്നത് കമ്പനി. അതായത് കമ്പനി അഡ്വാൻസ്ഡ് ആണ്. കാരണം നമുക്ക് ഏതൊക്കെ റൂമിൻ്റെ സർക്യൂട്ടുകളാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ആ MCBകളുടെ മുകളിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കറാണ് തരുന്നത്. നമുക്ക് MCBയുടെ മുകളിൽ ഏതൊക്കെ റൂമിൻ്റെ ആണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ റൂമിൻ്റെ ആണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു സർക്യൂട്ട് വലിച്ചിട്ടുണ്ട്. ആ സർക്യൂട്ട് റൂമിലേക്ക് പോയിരിക്കുന്ന സർക്യൂട്ടാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് ആ റൂമിൽ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ സർക്യൂട്ട് വരുന്നുണ്ട്. നോർമൽ സർക്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, മാസ്റ്റർ, ഇങ്ങനെ 5 വയറുകളാണ് വരുന്നത്. ബാക്കി വരുന്നത് AC-യുടെ. ഇത് 2 AC-യുടെ ആണ് വരുന്നത്. ഈ രണ്ടും ഫേസ്, ന്യൂട്രും, ഇപ്പം ഞാൻ മാറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞയും നീലയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2.5 മഞ്ഞയും നീലയും AC-യുടെ. ബാക്കി വരുന്ന 5 വയറാണ് മെയിൻ സർക്യൂട്ട് വരുന്നത്. ഇൻവെർട്ടർ മഞ്ഞ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ 5 വയറിൽ നിങ്ങൾക്ക് കാണുക ഇൻവെർട്ടർ മഞ്ഞ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വ്യക്തമാക്കി തരാം. ഫേസ്, ന്യൂട്രൽ, എർത്ത്, അത് സാധാരണ കോമൺ കളറുകളാണ്. ഫേസ് എന്ന് പറയുന്നത് ചുവപ്പ്, ന്യൂട്രൽ എന്ന് പറയുന്നത് ബ്ലാക്ക്, എർത്ത് എന്ന് പറയുന്നത് ഗ്രീൻ. പിന്നെ ഇൻവെർട്ടറിന് വരുന്നത് മഞ്ഞ 1.5 മഞ്ഞ, മാസ്റ്ററിന് വരുന്നത് 1.5 നീല. ഇത്രയാണ് ഒരു മെയിൻ സർക്യൂട്ടിന് കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് DBയിൽ വരുന്ന MCBകൾ എവിടെയാണ് വെക്കേണ്ടത്, എർത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്, ന്യൂട്രൽ ലിങ്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.